ജീവിക്കുന്ന 1,00,000 രൂപയെങ്കിലും ഇൻകം ഇന്ന് അത്യാവശ്യമാണ്. ശരിയല്ലേ? ഒരു 50,000 രൂപയില്ലെങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് ഇന്ന് പോകുന്നത്. ഇവിടെ ഒന്ന് ചിന്തിച്ചു നോക്കുക, 1940 മുതൽ ഈ 2020 വരെ ഓരോ 20 വർഷം കൂടി വരുമ്പോഴും നമുക്ക് കിട്ടുന്ന വരുമാനം ഒരു 10 രൂപ, 10, 100, 1000, 10,000 ഇങ്ങനെ ഓരോ സീറോ കൂടിക്കൊണ്ടിരിക്കുക. അങ്ങനെ നോക്കുകയാണെങ്കിൽ എക്കണോമിക്സ് പറയുന്നത് 2040 വരുന്ന സമയത്ത്, ഇനി ഒരു 20 വർഷം കൂടി കഴിയുന്ന സമയത്ത് 10 ലക്ഷം രൂപ ഇൻകം ഉണ്ടെങ്കിൽ ഒരു കുടുംബത്തിന് നല്ല രീതിയിൽ ജീവിക്കാനേ സാധിക്കുള്ളൂ. ഇനി നേരത്തെ രീതിയിൽ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണമെങ്കിലും 5 ലക്ഷം രൂപയെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഒന്ന് ചിന്തിച്ചു നോക്കാം, ഈ 5 ലക്ഷം തുടങ്ങി 10 ലക്ഷം രൂപ വരെ നമ്മളെ കിട്ടുന്ന സാധാരണക്കാരന് എങ്ങനെ ഇത് നേടാനായിട്ട് സാധിക്കും? അപ്പൊ നമ്മുടെ ഇനി 2040 നമ്മളുടെ സാമ്പത്തിക സ്ഥിതി എന്തായിരിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കാം. ഇന്നത്തെ ആളുകളുടെ ഒരു ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് ക്ലാസ്സിലുള്ള ആളുകൾ വളരെ കുറച്ചുള്ളൂ, മിഡിൽ ക്ലാസ്സുകാർ കൂടുതലുണ്ട്, അതേസമയത്ത് ലോ ക്ലാസ്സുകാരും വളരെ കുറച്ചുള്ളൂ. ഇനി 2030, 2040 കാലഘട്ടത്തിൽ വരുമ്പോൾ ഈ മിഡിൽ ക്ലാസ് ഫാമിലീസ് സാമ്പത്തികമായിട്ട് ചുരുങ്ങിപ്പോ. അപ്പൊ അവിടെ എന്ത് വേണം? ഒന്നും ചെയ്തില്ലെങ്കിൽ അവർ ലോ ക്ലാസ്സിലേക്ക് വരും, ദരിദ്രനായിട്ട് മാറും. അല്ലെങ്കിൽ ഇതുപോലെയുള്ള നല്ല ഇൻഡസ്ട്രികൾ നമ്മൾ സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ടോപ്പ് ക്ലാസ്സുകാരനായിട്ട് മാറാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കാം, മറ്റുള്ള ഒരു ട്രഡീഷണൽ ബിസിനസ് അല്ലെങ്കിൽ ഒരു ജോലി ആയിട്ട് ഈ നമ്മുടെ ഒരു ഡാറ്റ സെല്ലിംഗ് ആ ഒരു ഇൻഡസ്ട്രിയിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, ഒരു ഡോക്ടർ ആയിക്കോട്ടെ 2 ലക്ഷം 3 ലക്ഷം രൂപ ഇൻകം വാങ്ങുന്ന ഒരു ഡോക്ടർ ആണെങ്കിൽ എത്ര വർഷം പഠിച്ചിട്ടാണ്? 5 or 10 വർഷം പഠിച്ചിട്ടാണ് നല്ലൊരു ഡോക്ടർ ആകുന്നത്. ശരിയല്ലേ? ഈ നേരത്തെ ശ്രീരാഗ് പറഞ്ഞതുപോലെ അതൊരു ആക്റ്റീവ് ഇൻകം. അവിടെ ജോലി എന്തെങ്കിലും സംഭവിച്ച് ജോലി ചെയ്യാൻ പറ്റാതിരുന്നാൽ അവിടെ ഇൻകം നിലച്ചു. അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് ഒരു പക്ഷെ ഇൻകം ഉണ്ടായിക്കോളുന്നില്ല. അതേസമയത്ത് ഇവിടെയുള്ള പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ ഒരു സിസ്റ്റമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മളെ പോലെ ചിന്തിച്ച് പ്രവർത്തിക്കുന്ന കുറെ ആളുകളാണ് നമ്മുടെ കൂടെ വരുന്നത്. അവര് ഇൻകം ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ ആ ഒരു മുകളിൽ നിന്നിട്ടുന്ന ആ ഒരു അപ്ലൈഡ് ഫാമിലിക്ക് നല്ലൊരു ഇൻകം കൂടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ എനിക്ക് 1-2 കാര്യങ്ങൾ പറയാനുള്ളത്, നമ്മൾ അപ്ഡേഷന് റെഡി ആയിരിക്കണം. അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഈ ഒരു സമൂഹത്തിൽ നിന്ന് ഇല്ലാണ്ടായി പോകും. 1997 കൊഡാക്ക് എന്ന് പറഞ്ഞ കമ്പനി നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? ക്യാമറ 1,60,000 പേര് ജോലി ചെയ്തായിരുന്ന ഒരു കമ്പനി. അത് ചിന്തിച്ചു നോക്കിയാൽ ഇന്ന് കൊഡാക്ക് ക്യാമറ എവിടെ എത്തി? എന്താ കാരണം? അപ്ഡേറ്റ് ചെയ്തില്ല. HMT, അതുപോലെ തന്നെ ബജാജ് സ്കൂട്ടർ, ഡൈനോറെ TV, ഫിലിപ്സ്, മർഫി റേഡിയോ, നോക്കിയ മൊബൈല്, രാജ്യദൂത് ബൈക്ക്, അംബാസിഡർ കാറ് അല്ലെ, ഫിയറ്റ് കാറ്, കോണ്ടോസ കാറ്, ഇതൊക്കെ ഓരോ കാലഘട്ടങ്ങളിൽ ഏറ്റവും നല്ല വ്യവസായങ്ങളായിരുന്നു. പക്ഷെ ആ കാലഘട്ടങ്ങൾക്കനുസരിച്ചിട്ട് അവർ അപ്ഡേറ്റ് ചെയ്തില്ല. ഇന്ന് ഈ കമ്പനികൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുക. ഒന്ന് ചിന്തിച്ചു നോക്കിയോ. അതേസമയത്ത് ഒന്ന് ചിന്തിച്ചു നോക്കാം, സാംസങ് ആപ്പിളും 2-3 മാസം കൂടുമ്പോ അപ്ഡേറ്റ് ചെയ്ത് പുതിയ വെർഷനുകൾ വന്നുകൊണ്ടിരിക്കുക. ഓക്കെ, അതേപോലെ തന്നെ നമ്മളും അപ്ഡേറ്റഡ് ആയിരിക്കണം. ഇനി ഇത് മാത്രമല്ല, ഇനി ഒരുപാട് സ്ഥലങ്ങളിൽ ജോലി പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നമ്മൾ കാണുന്നുണ്ട് അല്ലെ? ഒരുപാട് ഡ്രൈവർമാർ കാറുകൾ ഓടിച്ച് നിരവധി ഡ്രൈവർമാർ ജീവിച്ചുകൊണ്ടിരുന്നതാണ്. ഇന്ന് യൂബർ കാറായി. അതുപോലെ തന്നെ റോബോട്ടിക് സർജറി, ഡോക്ടർമാരുടെ ആവശ്യമില്ലാത്തൊരു അവസ്ഥ വന്നുകൊണ്ടിരിക്കുന്നു. ബാങ്ക് ജോലികളിലെ ആളുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഗൂഗിൾ പേ സംവിധാനം ആയി കഴിഞ്ഞു. ഇനി മാത്രമല്ല ഡ്രൈവർലെസ് കാർ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോ ആ ഡ്രൈവർമാരുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ ഓരോ കാലഘട്ടങ്ങൾക്ക് അനുസരിച്ച്